സുഹൃത്തുക്കളെ, സഹാക്കളെ, 2005 കാലഘട്ടത്തിലെ ഒരു കഥ, യാഥാർത്ഥ്യങ്ങളുടെ കഥ. അന്ന് നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനാണ് ശ്രീ സുകുമാരൻ. തദ്ദേശ സ്വയംഭരണ മേഖലയിൽ നെയ്യാറ്റിൻകരയിലെ ആദ്യത്തെ പട്ടികജാതി വിഭാഗത്തിലെ ചെയർമാൻ സുകുമാരൻ. ദീർഘവീക്ഷണമുള്ള ഒരു ചെയർമാനായിരുന്നു. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ ഒരു 200 പേര് ഉൾക്കൊള്ളുന്ന ഒരു യോഗം നടത്താൻ ഗ്രൗണ്ടില്ലാതിരുന്ന, സ്ഥലമില്ലാതിരുന്ന ഒരു കാലഘട്ടം. അദ്ദേഹം 2 ഏക്കർ ഭൂമി നഗരസഭയ്ക്ക് ഒരു വെളിപ്പാടകലെ NH റോഡിൽ ഓരത്ത് വാങ്ങിച്ചു. വലിയ വർത്തമാനങ്ങളൊക്കെ ഉണ്ടായി സമൂഹത്തിൽ, ജനങ്ങളുടെ ഇടയിൽ, അനുകൂലിച്ചും പ്രതികൂലിച്ചും. ഇങ്ങനെ ഒരു ആവശ്യമുണ്ടോ, വേണമായിരുന്നു, ഇതെല്ലാം അന്യായമായ ചെലവല്ലേ? പക്ഷെ അത് വകവയ്ക്കാതെ ധീരമായി മുന്നിൽ നിന്നുകൊണ്ട് തോടിൻ്റെ ചേർന്ന്, റോഡിൻ്റെ ചേർന്ന് 2 ഏക്കർ ഭൂമി വാങ്ങി. ആ ഭൂമിയിൽ അങ്ങനെ ചെറുതും വലുതുമായ യോഗങ്ങൾ ഒരു നഗരസഭയ്ക്ക്, ഒരു മുനിസിപ്പാലിറ്റിക്ക് കിട്ടുക, ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. SK ജയചന്ദ്രൻ, മൈനു എന്ന് പറയും, നേതൃത്വം സോണിയാഗാന്ധിയെ നെയ്യാറ്റിൻകര കൊണ്ടുവന്ന് 10,000 പങ്കെടുപ്പിച്ച് വന്നത്. അന്ന് ഫ്ലൈറ്റ് വിമാനത്തിലായിരുന്നു. അവിടെ വന്നിറങ്ങി, ഗ്രൗണ്ടിൽ വന്നിറങ്ങി. 10,000 പങ്കെടുത്ത ജനാവലിക്ക് അത് സാക്ഷ്യം വഹിച്ചു ജനങ്ങളെല്ലാം. ഞാനും ആ കാഴ്ച കാണാൻ വേണ്ടി പോയിരുന്ന ഒരാളാണ്. ആ പാർട്ടിക്കാരനല്ല, പോയിരുന്നു. നമ്മുടെ നഗരസഭയിൽ ആദ്യമായി വരുന്ന ഒരു വലിയ ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായുള്ള ഒരു വലിയ, യാതൊരു പാർട്ടിയാവട്ടെ നടത്തുന്ന 10,000 പങ്കെടുപ്പിച്ച് നടത്തുന്ന യോഗമാണ്. അത് കഴിഞ്ഞ് നെയ്യാർമേള നെയ്യാറ്റിൻകരയുടെ ചരിത്രമായി മാറിക്കഴിഞ്ഞ് MLA K. ആൻസണനും ഷാനവാസും AJ ശ്രീകുമാറും നമ്മളെ പാറശാല MLA അങ്ങനെ ഒരാൾ ഫുൾ ടൈം സാമൂഹിക പ്രവർത്തകനായിട്ട് കിടക്കുന്ന, പേര് ഓർമ്മ വരുന്നില്ല. അതൊക്കെയാണ് അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പോരാടിയ ചരിത്രത്തിൻ്റെ കഥ, ഒരു നാടിൻ്റെ കഥ. ഏതായാലും ആ ഭൂമി നമുക്ക് ഇന്നില്ലാതായി മാറിയിരിക്കുകയാണ്. ഒരു യോഗം നടത്താൻ പോലും, ഒരു 1000, 500 പേരുള്ളൊരു യോഗം നടത്താൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ്. അശാസ്ത്രീയമായ വികസനങ്ങൾ, അശാസ്ത്രീയമായ തീരുമാനങ്ങൾ. നാളെ ഈ ഭൂമിയിൽ എന്തായിരിക്കണം എന്ന് തെറ്റായ, മിക്കവാറും കഴിഞ്ഞ നഗരസഭ ആണ് ആ തീരുമാനം എടുത്തെന്ന് തോന്നുന്നു. ശരിയായിരുന്നില്ല. കൊച്ചു കൊച്ചു കെട്ടിടങ്ങൾ വെച്ച് വേറെ പല കാര്യങ്ങൾക്കും വേണ്ടി അവർ ഉപയോഗിച്ചു. ആ ഭാഗം ഞാൻ പറയുന്നില്ല. കാരണം ഭരണസമിതിക്ക് ശരിയായിരിക്കാം, പക്ഷെ അത് ജനകീയമായി ചിന്തിക്കുമ്പോൾ, ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ ആർക്കും അത് അംഗീകരിക്കാൻ ഒക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ സുകുമാരൻ ഇന്ന് ആരാരുമില്ലാതെ, നാടറിയാതെ, ലോകമറിയാതെ ഒരു നഗരസഭയുടെ MLA എന്ന് വേണമെങ്കിലും പറയാൻ നിയമമില്ലെങ്കിലും ആ രീതിയിൽ ഒരു നഗരസഭയിൽ അധിപനായിരുന്ന, ചെയർമാനായിരുന്ന സുകുമാരൻ നമ്മളെല്ലാം വിസ്മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് ഇന്നൊരു രോഗിയായി, ഭാര്യയും മക്കളൊന്നും ഇല്ലെന്നറിയാമല്ല. ആ മനുഷ്യൻ നാക്കെടുത്ത് വർത്തമാനം പറയാൻ പോലും
ആളുകൾ വ്യക്തമായി മനസ്സിലാക്കാനും കൂടി കഴിയാത്ത നിലയിൽ കിടചോകിയാണ്. ഒരു കാലഘട്ടത്തിൻ്റെ കഥ, 2005 കഥ, ചരിത്രത്തിൽ ആദ്യമായി നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ ഒരു പട്ടികജാതിക്കാരന് ചെയർമാനായി വന്ന കഥ, 5 പേർക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ലാതിരുന്ന നഗരസഭയിൽ 2 ഏക്കർ വാങ്ങിക്കൊണ്ട് 10,000ങ്ങൾക്ക് വരാനും ഇരിക്കുവാനും വിമാനം വരെ ഇറക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക മനുഷ്യൻ. ഒരു കാലഘട്ടത്തിൻ്റെ കഥ ഇന്ന് ആരും ഓർമ്മിക്കാതെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ ഒരു ബന്ധുവിൻ്റെ സൗഹൃദത്തിൽ എല്ലാവരും മറന്നു കഴിഞ്ഞ് മാറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ മരുന്നും ഭക്ഷണവും ശരിക്കുള്ള ആഹാരവും ഇല്ലാതെ കഷ്ടപ്പെടുന്നു. മുൻ കൗൺസിലർമാർക്ക് പെൻഷൻ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും അവർ കെട്ടുക്കുമായിരുന്നു. അതൊന്നുമില്ല. ഏതായാലും ആ ദുരന്ത കാഴ്ച നമ്മുടെ മുഖ്യമന്ത്രി ഒന്ന് നേരിട്ട് കാണണം. ഇപ്പോഴത്തെ അങ്ങയുടെ അവസ്ഥ എതിരാളിക്ക് പോലും അംഗീകരിക്കാൻ കഴിയില്ല. സ്നേഹമായിട്ടിരുന്നവർ പിന്നെ എതിരാളി ആയി മാറാൻ സാധ്യതയുണ്ട്. അവർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ 2015 കാലഘട്ടത്തിൽ 20 കാലഘട്ടത്തിൽ വഞ്ചിച്ച് തെറ്റായി വിഷം കുത്തിവെച്ച് മാറ്റിക്കൊണ്ടുപോയവരാരും തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഏതായാലും ശ്രീ സുകുമാരൻ്റെ നില വലിയ പരിതാപകരമാണ്. അപകടാവസ്ഥയിലാണ്. ഈ ഭരിക്കുന്ന സർക്കാരെങ്കിലും അടിയന്തരമായി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് അദ്ദേഹത്തിന് ഇപ്പം ഈ അടിയന്തരമായി ചികിത്സ ഇംഗ്ലീഷ് മരുന്ന് പ്രയോഗത്തിൽ നടക്കില്ല. അങ്ങനെ കുറേ രൂപകൾ വാരി ഇറക്കി പോയവരാരും രക്ഷപ്പെട്ടിട്ടുമില്ല. ജോലി നിന്നിട്ടേ ഉള്ളൂ. ആയുർവേദ ചികിത്സയാണ് നല്ലത്. മെല്ലെ മെല്ലെ ചെയ്യുന്ന ആയുർവേദ ചികിത്സ കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഏത് കാര്യത്തിനും അധികാരത്തിൽ നിന്ന് പുറത്തു പോയെങ്കിലും ഏത് കാര്യത്തിനും രാഷ്ട്രീയം നോക്കാതെ ആരെ വീട്ടിലെ മരണത്തിനും ജനനത്തിനും സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾക്കും എല്ലാം എത്തുന്ന ഒരു മനുഷ്യൻ. ഒരു ദീർഘവീക്ഷണം. ഒരു നഗരസഭയിലെ 10,000 പേർക്ക് ഇരിക്കുവാനുള്ള ഒരു സ്ഥലം കണ്ടെത്തണമെന്ന് ആദ്യമായി ഒരു വിലയിരുത്തിക്കൊണ്ട് അതിനുവേണ്ടി പാടുപെട്ട് ത്യാഗം അനുഭവിച്ച് 2 ഏക്കർ ഭൂമി വാങ്ങുവാനുള്ള വിപ്ലവകരമായ മനസ്സ് നടപ്പിലാക്കിയ സുകുമാരൻ പെരുമ്പുഴൂർ ജംഗ്ഷന് തൊട്ട് താഴെ ഒരു കൊച്ചു വീട്ടിൽ നിമിഷങ്ങൾ എണ്ണിക്കഴിയുകയാണ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഒരു ജീവിതം മുഴുവൻ പാവപ്പെട്ടതിന് വേണ്ടി അവൻ്റെ കുടിലുകളിൽ അവൻ്റെ ജീവിതക്രമങ്ങളിലെല്ലാം ഒരു താരാട്ടുപാട്ടായി നടന്നു നീങ്ങിയ ശ്രീ സുകുമാരൻ കാലം നെയ്യാറ്റിൻകര നഗരസഭയിലെ ചെയർമാനാക്കിയ സുകുമാരൻ ഇന്ന് വിളിച്ചാൽ കേൾക്കാൻ കഴിയാത്ത നിലയിൽ ഓർമ്മകൾ ഭാഗികമായിട്ട് കുറഞ്ഞ് ഉള്ള ഒരു അന്തരീക്ഷത്തിൽ ജനിച്ച നാട്ടിൽ ജനിച്ചവരെ മുന്നിൽ കഥമോടച്ച് ഒരു ചാരുകസേരയിൽ ചരിഞ്ഞു കിടന്ന് കഴിഞ്ഞകാല ഓർമ്മകളുമായി